ഹരി ഓം. ഭാഗവതം ഷഷ്ഠസ്കന്ധം 1-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം. അജാമിളൻ്റെ കഥയാണ്. കാന്യകുബ്ജേ ദ്വിജ കശ്ചിത് ദാസീപതിരജാമിളഃ നാംനാ നഷ്ട സദാചാരോ ദാസ്യാ സംസർഗദൂഷിതഃ. കാന്യകുബ്ജേ ദ്വിജ കശ്ചിത് ദാസീപതിം പതിരജാമിളഃ നാംനാ നഷ്ട സദാചാരോ ദാസ്യാ സംസർഗദൂഷിതഃ. കന്യാകുബ്ജയല്ല, കാന്യകുബ്ജം എന്ന് പറഞ്ഞ പേരുള്ള സ്ഥലത്ത് അജാമിളൻ എന്ന പേരായിട്ട്, ആ അജാമിളൻ എന്നുള്ള വാക്കിന് വരെ ആചാര്യന്മാർ അർത്ഥം പറയുന്നുണ്ട് കേട്ടോ. അത് ആഴത്തിലോട്ട് ഇറങ്ങിച്ചെന്നാൽ ആ പേരിന് വരെ അർത്ഥമുണ്ട്. കഥ രൂപത്തിൽ അതെല്ലാം പറഞ്ഞിരിക്കുന്നതെന്നേ ഉള്ളൂ. കാന്യകുബ്ജം എന്ന ഒരു സ്ഥലത്ത് അജാമിളൻ എന്ന പേരായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദാസിയായ, അതായത് ശൂദ്രസ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു. അവരുടെ സംസർഗം നിമിത്തം മനസ്സും ദൂഷിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ആ ബ്രാഹ്മണ്യം പോയി. ബ്രാഹ്മണോചിതങ്ങളായിട്ടുള്ള ശാസ്ത്രത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നതായിട്ടുള്ള സന്ധ്യാവന്തനാദി സദാചാരങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വിട്ട് കളഞ്ഞിട്ടാണ് കാലം കഴിച്ചുകൊണ്ടിരുന്നത്. ബന്ധ്യാക്ഷകൈതവൈശ്ചൗര്യൈർ ഗർഹിതാം വൃത്തിമാസ്ഥിതഃ ബിഭ്രത് കുടുംബമശുചേർ യാതയാമാസ ദേഹിനഃ. ബന്ധ്യാക്ഷകൈതവൈഃ ചൗര്യൈ എന്നാണ് വാക്ക്. ബന്ധ്യക്ഷ ബലം പ്രയോഗിച്ച് ധനികന്മാർ യാത്ര നടക്കുന്നവരുടെ കയ്യിൽ നിന്ന് ബലപ്രയോഗം ചെയ്ത് ധനാദി പിടിച്ചു നിർത്തി അവരുടെ ധനാദികളൊക്കെ അപഹരിക്കുക. അതുപോലെ തന്നെ കളവ് പറഞ്ഞ് ചോരണം കൊണ്ടും ഗർഹിത, അത് ഓരോ തരത്തിൽ വഞ്ചിച്ചിട്ട് അവരിൽ നിന്ന് ധനം വാങ്ങുക, അതുപോലെ മോഷ്ടിക്കുക. പിന്നെ ബിഭ്രത് കുടുംബം അശുചിർ, ആ കുടുംബത്തെ പരിപാലിച്ചു. അങ്ങനത്തെ നീചവൃത്തികളെ ചെയ്ത് കുടുംബത്തെ പരിപാലിച്ച് ബ്രാഹ്മണർക്കായിട്ട് വിധിച്ചിരിക്കുന്ന സന്ധ്യാവന്തന ആ സദാചാരങ്ങളെയെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് സർവ്വപ്രാണികളെയും ഉപദ്രവിച്ചുമൊക്കെ ശരിക്കും ഒരു ചണ്ടാളനെ പോലെ വന്നിരുന്നു. ഏവം ഒന്നുകൂടെ വായിക്കാമേ. ബന്ധ്യാക്ഷ കൈതവൈശ്ചൗര്യൈർ ഗർഹിതാം വൃത്തിമാസ്ഥിതഃ ബിഭ്രത് കുടുംബം അശുചിർ യാതയാമാസ ദേഹിനഃ. ഏവം നിവസതസ്തസ്യ ലാളയാനസ്യ തത്സുതാൻ കാലോത്യാഗാൻ മഹാൻ രാജൻ. 88 ആയുഷസമാം. 88 എത്രയാ? 80 80 അഷ്ടം 8 88 വയസ്സായി. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു വന്നിരുന്ന സമയത്ത് പുത്രന്മാരെ ലാളിക്കുന്നവനുമായ തൻ്റെ പുത്രന്മാരെയൊക്കെ ഒത്തിരി പുത്രന്മാർ അവരിലുണ്ടായി. ആ പുത്രന്മാരെയൊക്കെ ലാളിക്കുകയൊക്കെ ചെയ്തിരുന്നു ആൾ. കാലമുണ്ടല്ലോ, അതെപ്പോഴും നമുക്കുള്ളതാണ് അല്ലേ. കാലങ്ങൾ കഴിയുമ്പോൾ ജീവന് ഭീഷണികളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ 88 സംവത്സരങ്ങൾ ഈ രീതിയിൽ അദ്ദേഹം ജീവിച്ചു. ഏവം നിബസതസ്തസ്യ ലാളയാനസ്യ തത്സുതാൻ കാലോത്യാഗാൻ മഹാൻ രാജൻ. പിന്നെ അഷ്ടാന്നാക്കണം, അത് നായല്ല കേട്ടോ. 88 ആയുഷ സമാഹ. 88 അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ നമുക്ക് വരും രാജൻ 88 എന്ന്, അങ്ങനെയും പിരിക്കാമല്ലോ. പക്ഷേ അർത്ഥം കൂടെ നോക്കിയാണ് നമ്മൾ പിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ നമ്മൾ പറഞ്ഞു തന്നാലേ അത് ശരിയാകുള്ളൂ. രാജൻ 88 ആയുഷ നാക്കണം കേട്ടോ. രാജൻ നാക്കിയിട്ട് 88 എന്നാക്കണം. നമുക്ക് ഇച്ചിരിയൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അത് തന്നെ നമുക്ക് വരും കേട്ടോ, ഈ നമ്പറാണെന്നൊക്കെ ഉള്ള ഓർമ്മ. അല്ലെങ്കിൽ നഷ്ടമെന്നും ഉള്ള വാക്കുകൾ ഉപയോഗിക്കാറുള്ളതല്ലേ, അപ്പം അങ്ങനെയാണെന്ന് ഓർക്കും.
അതുകൊണ്ട് അഷ്ടാശീതി എന്ന് എഴുതി വെക്കുക അവിടെ. തസ്യ പ്രവയസ പുത്ര ദശതേഷാം തു യോപമഹ ബാലോ നാരായണോ നാംന പിത്രോശ്ച ദൈതോ ഭൃശം. അതിലേറ്റവും ഇളയ മകനായ വാത്സല്യമോടെ ആ കുട്ടിയെയാണ് എപ്പോഴും വിളിക്കുന്നത്. ഏറ്റവും അവസാനം കുഞ്ഞു കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകില്ലേ ഇളയ മക്കളോടെന്ന് പറയും. അതുപോലെ ആ 10ാമത്തെ പുത്രനായ ആ ബാലന് പൂർവ്വജന്മ സുഹൃതം കൊണ്ട് അതൊരു കാര്യമാണ് അല്ലേ. ജന്മം എന്ന് പറഞ്ഞാൽ ജന്മം തന്നെ ഇദ്ദേഹത്തിന് 2 ജന്മം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ. ഈ ശൂദ്ര സ്ത്രീയുമായിട്ടുള്ള സംഗമം ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഈ ആചാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അജാമിളൻ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവളുടെ കൂടെ കൂടിയപ്പോൾ ഇതിങ്ങോട്ട് വന്നു. എന്നാൽ ഈ ഗുണം അങ്ങോട്ട് ചെല്ലുകയല്ല ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങോട്ട് വരിക. ദോഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഒരാളിൽ നിന്ന് ആർജിക്കുന്നത്, എപ്പോഴും അങ്ങനെയാണ്. നല്ല കാര്യങ്ങൾ ആർജിക്കാനില്ല മനുഷ്യന് ബുദ്ധിമുട്ടാണ്. ആ സ്ത്രീക്ക് ഈ ആളിൻ്റെ ഗുണങ്ങൾ അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ കാര്യം ശരിയായേനെ. തിരിച്ചാണ് വന്നത്. അവരുടെ ദോഷങ്ങൾ ഇയാളിലേക്ക് എത്തി. അപ്പോൾ 10 പുത്രന്മാരുണ്ടായി. 10 പുത്രന്മാരിൽ ഇളയവന് അങ്ങേർക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ബ്രാഹ്മണ കുടുംബത്തിലെ ആ ഒരു വൈശിഷ്ട്യം കൊണ്ടുണ്ടായ അവിടുത്തെ ജീവിത രീതികൾ കൊണ്ടുണ്ടായ ഇതുകൊണ്ട് ആ വാസന കൊണ്ട് എന്ന് പറയാം നമുക്ക്. ആ കുട്ടിക്ക് നാരായണ എന്ന് നാമകരണം ചെയ്തു. ഇളയ കുട്ടിക്ക് നാരായണ. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഓർത്ത് കാണും, ഇടയ്ക്കല്ലേ ഞാൻ നാരായണനെ വിളിച്ചുകൊണ്ടിരുന്നതാണല്ലോ, ഈ സന്ധ്യാവന്തനങ്ങളൊക്കെ വിട്ട് കളഞ്ഞല്ലോ എന്നോർത്തായിരിക്കും. അപ്പോഴേതായാലും നാരായണ എന്ന പേരിട്ടു. ബാലോ നാരായണോ നാംന പിത്രോശ്ച ദൈതോ ഭൃശം. അത് ദൈത ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് ഭൃശം ദൈത ഏറ്റവും പ്രിയപ്പെട്ടവനായ പുത്രൻ ഈ കുട്ടിയായിരുന്നു. സബദ്ധഹൃദയ തസ്മിൻ അർഭകെ. അർഭകെ എന്നാ വാക്ക് കേട്ടോ. അസ്മിൻ അർഭകെ ആണ് ഇന്നാ വന്നതവിടെ. സബദ്ധഹൃദയ തസ്മിൻ അർഭകെ. അർഭകൻ പുത്രൻ. അർഭകെ കളഭാഷിണി നിരീക്ഷമാണ് തല്ലീലാം തത് ലീലാം. ആ ലീല കൊണ്ട് തത് ലീലാം മുമുദേ ജരഠോ ഭൃശം. മുമുദേ വളരെയധികം സന്തോഷിച്ചു. ജരഠ വൃദ്ധനായ ആ ജരഠ ജര ഉള്ളവനായിട്ട് ജരഠ വൃദ്ധൻ മുമുദ ഏറ്റവും സന്തോഷിച്ചു. ആ കുഞ്ഞിൻ്റെ കളഭാഷിണി മധുരമായി സംസാരിക്കുന്നവൻ അർഭകെ ശിശുവുമായ ഏറ്റവും കുഞ്ഞാവ തസ്മിൻ അവനിൽ ഹൃദയം അങ്ങ് ഉറപ്പിച്ചു. അവൻ്റെ കളികളെയും എല്ലാം നോക്കിക്കൊണ്ടും ഇരിക്കുന്ന ആ വൃദ്ധന് ഏറ്റവും സന്തോഷിച്ചു. കുട്ടി അങ്ങനെ ഓരോന്ന് പറയുന്നതൊക്കെ കുഞ്ഞു പിള്ളേരുടെ സംസാര രീതിയില്ലേ, അതൊക്കെ കേൾക്കാൻ നമുക്ക് കൗതുകമല്ലേ. അതുകൊണ്ട് അങ്ങനെ അവൻ്റെ കളികളെയൊക്കെ കണ്ടുകൊണ്ട് ആ വൃദ്ധൻ അങ്ങനെ സന്തോഷിച്ചിരുന്നു. വൃദ്ധനായ സമയത്തുണ്ടായ കുട്ടിയായതുകൊണ്ട്. ഭുഞ്ചാന പ്രഭിപൻ ഘാതൻ ബാലക സ്നേഹയന്ത്രിത ഭോജയൻ പായയൻ മൂഢോന്ന വേദാഗതമന്തകം. ഭുഞ്ചാന പ്രഭിപൻ ഘാതൻ എപ്പോൾ ഭുജിക്കുന്നവനും പ്രഭിപൻ പാനം ചെയ്യുന്നവനും പ്രകർഷേണ പാനം ചെയ്യുന്നവൻ പ്രഭിപൻ. ഘാതൻ തിന്നുന്നവനും കഴിക്കുന്നവനും മൂഢൻ ബാലകസ്നേഹയന്ത്രിത ആ കുട്ടിയിലുള്ള സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട അവനായിട്ട് ഭുജിപ്പിക്കുന്നവനും കുടിപ്പിക്കുന്നവനും ആഗതം അന്തകം സമീപത്ത് തന്നെ അന്തകനെ എന്ന വേദ അറിഞ്ഞില്ല. ഈ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് അന്തകനടുത്ത് വന്ന കാര്യം ഇദ്ദേഹം അറിഞ്ഞില്ല. കുഞ്ഞിന് അദ്ദേഹം കഴിക്കുമ്പോഴും ഒക്കെ കുട്ടിയെ അടുത്തിരുത്തി കഴിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഈ അന്തകൻ വന്ന കാര്യം അദ്ദേഹം അറിഞ്ഞില്ല. സയേവം വർത്തമാനോജ്ഞോ മൃത്യുകാല ഉപസ്ഥിതേ മതിം ചകാര തനയെ ബാലേ നാരായണാഹ്വയേ. മതിം ചകാര തനയെ ബാലേ നാരായണാഹ്വയേ. ഇതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അറിവില്ലാത്ത അവൻ, അജ്ഞൻ ആയിട്ടുള്ള അവൻ ആ മൃത്യുകാലം ഉപസ്ഥിതമായപ്പോൾ, മലയാളം തന്നെ അതൊക്കെ, ഒന്നും വേറെ വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട. നാരായണാഹ്വയെ നാരായണൻ എന്ന പേരായ പുത്രനെ മനസ്സിൽ വെച്ചു, മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു ആ പുത്രനെ. അതാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞിരുന്നില്ലേ. ഇത് നമ്മൾ
ഈ 88 നമ്മൾ വിചാരിച്ചാൽ പോരെ, മരിക്കാൻ നേരത്തെ അങ്ങ് ഓർത്താൽ മതിയല്ലോ. അങ്ങനെ ഓർമ്മ വരികയില്ല. അതിന് എന്തെങ്കിലും ഒരു സൂത്രം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇദ്ദേഹം ഏതായാലും ആ സൂത്രം അദ്ദേഹത്തിന് അറിയാമായിരുന്നായിരിക്കാം. അദ്ദേഹം ആ പുത്രനെ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നു. ആ പുത്രൻ്റെ പേര് നാരായണൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതുകൊണ്ടാണ് ആ നാരായണനെ വിളിക്കാൻ തോന്നിയത്. മറ്റുള്ള കുട്ടികളെക്കാളും കൂടുതൽ ഈ കുട്ടിയോട് സ്നേഹവും തോന്നി. ആ കുട്ടിയെ എപ്പോഴും അടുത്തിരുത്തി ആ കുട്ടിക്ക് വേണ്ടിയിട്ടെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കുറേ സമയങ്ങളും കൂടുതൽ ചിന്തകളും ആ നാരായണൻ എന്ന പേരുള്ള കുട്ടിയിലായി. മനസ്സിലായോ പറയുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിട്ടുപോകുന്ന പക്ഷേ നമുക്കിത് കാണുമ്പോൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ തോന്നാറുണ്ട്. അതിങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയിൽ തന്നെ മനസ്സ് വെച്ചെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ മനസ്സ് കുട്ടിയിൽ വെച്ചത് കൊണ്ടാണ് പെട്ടെന്ന് ആ പേടി വന്നപ്പോൾ ആ കുട്ടിയെ വിളിക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും വിളിക്കുന്നത് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ കുട്ടിയുടെ പേരും അങ്ങനെ ഇട്ടത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ നമ്മുടെ ഇഷ്ടത്തിന്. കവിതകൾ എഴുതുന്ന ആൾക്കാർ കവി അറിയാത്ത പോലും വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു ലൈൻ ഇവിടെ ഉണ്ടായിരുന്നത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമല്ലേ? സ ഏവം വർത്തമാനോജ്ഞോ അജ്ഞനായ അവൻ മൃത്യുകാല ഉപസ്ഥിതേ മതിം ചകാരതനെ ബാലേ നാരായണാഹ്വയേ. ആ മനസ്സിലങ്ങനെ ബാലൻ അങ്ങനെ മനസ്സാ സ്മരിച്ചു. മനസ്സിലെപ്പോഴും ആ കുട്ടിയുടെ കാര്യം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. സപാശഹസ്താൻ ത്രീൻ ദൃഷ്ടുവ അത് ത്രീന്ന കേട്ടോ. ഹസ്താൻ എന്ന് എഴുതുക. ആം എന്നുള്ളിടത്ത് ഹസ്താൻ 0 വെട്ടിക്കളയുക. ഹസ്താൻ പിന്നെ സ വെട്ടിക്കളയുക. 0 സേവും വെട്ടിക്കളയുക. അപ്പോൾ ശരിയാകും. എന്നിട്ട് ഇന്നെന്ന് എഴുതുക. സ പാശഹസ്താൻ ത്രീൻ ദൃഷ്ടുവ അവിടെ വരെയുള്ളൂ 8 അക്ഷരം. പുരുഷാൻ ഭൃശദാരുണാൻ വക്ര തുണ്ടാൻ ഊർധ്വരോംണ 3 പേരെയാണ് കണ്ടത്. വക്രതുണ്ടാൻ ഊർധ്വരോംണ ആത്മാനം നേതുമാഗതാൻ. നേതും കൊണ്ടുപോകാനായിക്കൊണ്ട് ആത്മാനം വക്രതുണ്ടൻ വളഞ്ഞ മുഖത്തോടും ഊർധ്വരോംണ ഉയർന്നിരിക്കുന്ന രോമങ്ങളോടും വൃഷദാരുണാൻ വളരെ ഭയങ്കരമായിട്ടിരിക്കുന്ന ഒരു ബീഭത്സ രൂപത്തോടും പാശഹസ്താൻ പാശമുണ്ട് കയ്യിൽ പാശമുള്ളവനും ആത്മാനം തന്നെ നേതും തന്നെ കൊണ്ടുപോകാനായിക്കൊണ്ട് ആഗമിച്ചവരുമായ 3 പുരുഷാൻ 3 പുരുഷന്മാരെ ദൃഷ്ടുവ കണ്ടിട്ട്. അവിടെ വരെ നിർത്തിയിരിക്കാത്ത കോമായ അവിടെ. നേതുമാഗതാൻ കോമ. അതെല്ലാ വാക്കും കിട്ടിയില്ലേ? വക്രതുണ്ടാൻ ഊർധ്വരോംണ ആത്മാനം നേതുമാഗതാൻ. ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈർ ആജുഹാവ ആകുലേന്ദ്രിയ. ആ ആജുഹാവ ആകുലേന്ദ്രിയ എന്നുള്ള വാക്കിൻ്റെ ഇടയിലൊന്ന് ലൈനൊന്ന് ഒരു വര വരച്ചിടുക. അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അപ്പം തന്നെ വര വരച്ചിടുക. ആജുഹാവ എന്നാക്കണം. ഉച്ചൈർ സ്വരേണോച്ചൈർ എന്നിട്ട് പിന്നെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് നാക്കുക. ആജുഹാവ ആകുലേന്ദ്രിയ. ആ വിളിയുടെ പേരാണ്. എങ്ങനെയാണ് വിളിച്ചതെന്നാണ് പറഞ്ഞത്. ഏത് രീതിയിലാണ് വിളിച്ചത്? നമുക്ക് പുത്രന്മാരുണ്ടാൽ ഭഗവാന്റെ പേരിടുന്ന പുത്രന്മാർ നമുക്കുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലും ഏതെങ്കിലുമൊക്കെ ഈശ്വരൻ നാമങ്ങളുള്ള മക്കളുണ്ട്. ആ ഭഗവാന്റെ അടുത്ത് നമ്മൾ നടയിൽ നിന്ന് വിളിക്കുന്ന പോലെയാണ് ആ പുത്രനെ വിളിക്കുന്നത്. അല്ല, ആ പുത്രനെ വിളിക്കുന്ന പോലെ ആയിരിക്കുമോ നമ്മുടെ വീട്ടിൽ ജോലിക്കോ എന്തെങ്കിലും പണിക്ക് വരുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരും ഉണ്ടല്ലോ. അങ്ങനെ അവരെ വിളിക്കുന്നതും അവരോട് ഇടപെടുന്നതും നമ്മൾ സ്ത്രീകളല്ല കേട്ടോ. പൊതുവേ അങ്ങനെ ഇപ്പോഴങ്ങനെ പറയാൻ പറ്റുകയില്ല. നമ്മളങ്ങനെ തന്നെയാണ് വിളിക്കാറുള്ളൂ. അല്ല, എന്നാലും ഒന്നുകൂടെ ഒരു അധികാരഭാവത്തിലോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പേര് തന്നെ പല രീതിയിലല്ലേ. നമ്മൾ ഓരോരുത്തരുടെ സ്ഥാനത്ത് നിന്ന് ഒരേ പേരുകാരാണെങ്കിൽ അച്ഛനാണെങ്കിൽ ഒരു രീതിയിലായിരിക്കും, നമ്മുടെ മകനാണെങ്കിൽ വേറൊരു രീതിയിലേക്ക്, നമ്മുടെ ഭൃത്യനാണെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും, നമ്മുടെ കൊച്ചുമകനാണെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും. ഈശ്വരനെ വിളിക്കുന്ന പേരും രാമൻ എന്നുള്ള പേരുണ്ടെങ്കിൽ രാമ എന്ന് വിളിക്കുന്നത് ഒരു കുട്ടിയെ വിളിക്കുന്ന പോലെ ആയിരിക്കും. അല്ല, അപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇദ്ദേഹം വിളിച്ചത് എങ്ങനെയാണ്? ആജുഹാവ ആകുലേന്ദ്രിയ. ആകുലമായിട്ട് പേടിച്ച് വിറച്ചാണ് വിളിച്ചത്. ആകുലങ്ങളായ ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആകുലത വന്നതുപോലെ പേടിച്ചരണ്ടുള്ള ആഹവാദ ആകുലേന്ദ്രിയ ആജുഹാവ എന്ന് വിളിച്ചാൽ ആഹ്വാനം ചെയ്തു. ഉറക്കെ ആഹ്വാനം ചെയ്തെന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നർത്ഥം കേട്ടോ. ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിളിക്കുക. നമ്മളിവിടെയൊക്കെ എപ്പോഴും നമ്മുടെ ഭാഷയിൽ പറയുന്ന എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു എന്ന് പറയാറില്ലേ? വിളിക്കുക. ദൂരെ ക്രീഡനകാസക്തം വളരെ ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്ന പുത്രം നാരായണാഹ്വയം
പ്ലാവിതേന സ്വരേണോച്ചേർ എടുക്കാവുന്നത്രയും ഉറക്കെ അങ്ങനെ വിളിച്ചു. ആജുഹാവ ആകുലേന്ദ്രിയക കളിക്കാനായിട്ട് താല്പര്യം വെച്ചിരിക്കുന്ന ആ നാരായണാഹുയം പുത്രം, നാരായണൻ എന്ന പേരായ പുത്രനെ പ്ലാവിതേന സ്വരേണ പ്ലുത സ്വരത്താൽ എന്ന് വെച്ചാൽ വളരെ ദൈന്യതയോടെ അങ്ങനെ അദ്ദേഹം ഈ മൂന്ന് പേരെ കണ്ടു. ഈ പേടിച്ചരണ്ട രൂപം, ഈ പേടി തോന്നിക്കുന്ന രൂപം കണ്ടപ്പം ആ പുത്രനെ വിളിച്ചു അദ്ദേഹം. ആ കുഞ്ഞിനെ ഓടി വന്ന്, അത് കുഞ്ഞല്ലേ, അതിന് അദ്ദേഹത്തിന് അത്രയ്ക്ക് തോന്നിയില്ല. ഈ കുട്ടി കുഞ്ഞാണ്. അപ്പോൾ ഇവരെ കണ്ട് ഞാൻ പേടിച്ച് അവനെ വിളിച്ചാൽ അവൻ വന്ന് അതിന് രക്ഷിക്കാൻ അവന് പറ്റുമോ എന്നൊന്നും പുള്ളി ഓർത്തില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പേര്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളിനെയാണ് അപ്പോൾ വിളിച്ചത്. അതുകൊണ്ടാണ് ഭഗവാന് തോന്നിയത് ആ വിളിച്ചതെങ്ങനെയാണ്? ആജുഹാവ ആകുലേന്ദ്രിയക. ആ വിളി കേട്ടപ്പോൾ ഭഗവാന് ഇരിക്കാൻ പറ്റാതെയായി. ഭഗവാൻ ഓർത്ത് തന്നെ വിളിക്കുന്നത്. വേറെ എത്രയും പേടിച്ചരണ്ട ആരെയും വിളിക്കാനാണ്, എന്നെയല്ലേ വിളിച്ചതെന്ന് ഭഗവാന് തോന്നിയത്. അതുകൊണ്ട് ഭഗവാൻ അവിടെ എത്തിയത്. അജാമിളൻ്റെ കഥയ്ക്കകത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട. അജാമിളൻ്റെ കഥ ഇതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അവസാനം മരിക്കാൻ നേരത്തെ ഞാൻ രാമാന്ന് വിളിച്ചോളാം, കൃഷ്ണ എന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ, നാരായണ എന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ വിളിയൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരികയില്ല. അപ്പം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കളൊക്കെ എങ്ങനെയാണ് നമ്മളും അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ആസന്നമായി കിടക്കുന്നിടത്ത് നാരായണ എന്നുള്ള മന്ത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ തന്നെ അവിടെ നിന്ന് ജപിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഇട്ട് കേൾപ്പിക്കുക. അവരത് കേട്ടോണ്ട് കിടക്കുമ്പോൾ വേറെ ആ ചെവിക്കകത്ത് വരുന്ന ശ്രവണം, ഈ പേരായിരിക്കുമല്ലോ കേൾക്കുന്നത്. അതൊരു ഭാഗ്യമല്ലേ. അത് കേട്ട് മരിക്കുക എന്നുള്ള, ഐസിയിൽ കിടന്നല്ലാതെ വീട്ടിൽ കിടന്ന് മരിക്കാൻ ഇടയാകുന്ന ഒരു ഭാഗ്യവാന്മാർ. എന്നാന്ന് വെച്ചാൽ അവർക്കിത് കേൾക്കാമല്ലോ. കുറച്ച് പേരെങ്കിലും ബോധമുള്ളവരെ ഉണ്ടെങ്കിൽ പറയുന്ന നാരായണ ജപിക്കുന്നു പറയും അല്ലേ. നമ്മൾ പറയാറുണ്ട്, ചെയ്യാറുമുണ്ട്. നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. വീട്ടിലാണെങ്കിലും നമ്മൾ ആരെങ്കിലുമൊക്കെ നാരായണ ജപിക്കും, അത് തീർച്ചയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും പറയും, ഇങ്ങനെ ആൾക്കാർ പറയുമല്ലോ, എന്തൊക്കെ ഞങ്ങൾക്ക് 30-40 ഒക്കെ വയസ്സായോ, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇത് ഭാഗവതം പഠിക്കണോ, ഞങ്ങൾക്ക് വയസ്സാകുമ്പോൾ പഠിച്ചാൽ പോരെ, കണ്ണ് കാണാൻ മേലാതെയും ആരോഗ്യം ക്ഷയിച്ചും ഒക്കെ കഴിയുമ്പോൾ പഠിക്കേണ്ടതല്ല അധ്യാത്മവിദ്യ. നേരത്തെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ അതിൻ്റെ ഒരു ചെറിയൊരു തീപ്പൊരി ഉണ്ടെങ്കിൽ അത് ആളി പടർന്ന് കത്തിക്കോളും. എപ്പോഴെങ്കിലും നമുക്ക് അവസരം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് അടഞ്ഞണഞ്ഞ് പോവുകയുള്ളൂ. അവസാനമൊന്നും നമുക്കിത് വായിക്കാനോ പഠിക്കാനോ ഒന്നും സാധിക്കില്ല. നിങ്ങൾ ഭാഗ്യമുള്ളവർ തീർച്ചയായിട്ടും, കാരണം അത് പഠിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കത് ആഗ്രഹമുള്ളവർ എല്ലാവരും അത് വേണ്ടതുപോലെ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയ്ക്കും നിങ്ങൾ സഹകരിച്ചാണ് നിങ്ങൾ പോകുന്നത്. അത് നല്ലൊരു കാര്യം തന്നെ. അപ്പം നിങ്ങൾ ഓർക്കുക, ആരെങ്കിലും ചോദിക്കുന്നവരോട് പറയുക, നമുക്ക് വിളിച്ച് പരിചയിച്ച വാക്കുകളെ നമ്മുടെ വായിൽ വരൂ. എപ്പോഴും വിളിക്കുന്നതും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയാതെ ഉള്ളിൽ ആ നാരായണ നാമത്തെ ഉറപ്പിച്ച് വെക്കുക. നമ്മുടെ ഈ ശ്വാസം വിടുമ്പോഴുമൊക്കെ അത് ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ ഇത് കേൾക്കുന്ന പോലെ ഉള്ളിനകത്ത് നാരായണ എന്നുള്ള പറഞ്ഞു പോകൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ കരുതുക. നിശമ്യം റിയമാണസ്യ ബ്രുവതോ ഹരികീർത്തനം. ഈ 29ാമത്തെ ശ്ലോകമാണ് കേട്ടോ. അതിനകത്ത് ഈ രാജാമളൻ വിളിച്ചെന്ന് പറയുന്ന ശ്ലോകം അത് കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് രണ്ട് കൂട്ടരും ഈ 3 പേര് കൂടാതെ വേറെ കുറേ പേര് വന്നിങ്ങ് ഇവർ പേടിപ്പിക്കുന്ന എന്നാണെന്ന് ചോദിച്ചേ. വിഷ്ണു പാർഷദന്മാർ. നിശമ്യം റിയമാണസ്യ ബ്രുവതോ ഹരികീർത്തനം ഭർത്തൃനാമ മഹാരാജ പാർഷദ സഹസ ആപതൻ ബദ്ധപ്പാടോടെ ആഗമിച്ചു, പിടിപെടുത്ത് വന്നു അവർ. ആ സഹസ ആപതൻ വളരെ ധൃതി പിടിച്ചെത്തി. ഹരികീർത്തനം, ഹരിയുടെ നാമത്തെ എവിടെയോ പറയുന്നല്ലോ. ബ്രുവത പറഞ്ഞും കൊണ്ട് മ്രിയമാണസ്യ മരിക്കുന്നവൻ്റെ ഭർത്തൃനാമ, ആ സ്വാമിയുടെ നാമത്തെ, ഭർത്തു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്വാമിജി അല്ല, സ്വാമി, അതായത് നമ്മുടെ സ്വാമി അല്ല ഭഗവാൻ. ആ സ്വാമിയുടെ നാമത്തെ നിശമ്യ കേട്ടിട്ട്, അല്ലയോ മഹാരാജ, ഭഗവാന്റെ പാർഷദന്മാർ ഭൃത്യന്മാർ വളരെ പെട്ടെന്ന് തന്നെ ഓടിയെത്തി. പുത്രൻ്റെ നാമമാണ് വിളിച്ചതെങ്കിലും വന്നത് വിഷ്ണു പാർഷദന്മാരാണ്. വികർഷതോ അന്തർഹൃദയാത് ദാസീപതി അജാമിളം യമപ്രേഷ്യാൻ വിഷ്ണുദൂത വാരയാമാസു ഓജസ എന്ന് വെച്ചാൽ ഓജസ് കൊണ്ട് വാരയാമാസു വിരോധിച്ചു.
അവരുടെ ആ തേജസ്സും ഓജസ്സും ഒക്കെ കണ്ടിട്ട് ദാസി സംസർഗം കൊണ്ട് ദുഷിച്ചിരുന്ന അജാമിളൻ്റെ ആ സൂക്ഷ്മ ശരീരത്തെ ഹൃദയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന യമൻ്റെ ഭൃത്യന്മാരെ വിഷ്ണുദൂതന്മാർ നിരോധിച്ചു. ബലം പ്രയോഗിച്ച് നിരോധിച്ചു. എന്താ ഇവിടെ കാര്യം? നിങ്ങൾക്ക് ഹരിയുടെ നാമം ഉച്ചരിച്ച ഇവിടെ യമദൂതന്മാർക്ക് എന്ത് കാര്യം? അദ്ദേഹത്തെ നരകത്തിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വികർഷതോന്തർഹൃദയാത് ദാസീപതി മജാമിളം യമപ്രേഷ്യാൻ യമൻ്റെ ഭൃത്യന്മാരെ വിഷ്ണുദൂത വരയാമാസുരോജസ യമപ്രേഷ്യാൻ വാക്കൊന്ന് പറഞ്ഞു പഠിച്ചോളാം. അത് ഇച്ചിരി ഒരു തടസ്സം പോലെ ആ വാക്കിനെ. യമഭൃത്യന്മാർ കേട്ടോ. ഭാരയാമാസുരോജസ അവർ നിരോധിച്ചു. അത് പറ്റുകയില്ലെന്ന് പറഞ്ഞു, കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ഊജുർ നിഷേധിതാൻ തേ നിഷേധിതാഹ അവിടെ ഊജുർ നിഷേധിത വെട്ടിക്കളഞ്ഞിട്ട് താംസ്തേ, താൻ തേ എന്നാണ്, താംസ്തേ എന്ന് വായിച്ചാൽ മതി. താംസ്തേ ഊജുർ നിഷേധിത താംസ്തേ, വെട്ടിക്കളഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് തേ വരെ നിർത്തുക, താംസ്തേ വരെ നിർത്തിയിട്ട് വൈവസ്വത പുരസ്സരാഹ കേ യൂയം പ്രതിഷേധാരോ ധർമ്മരാജസ്യ ശാസനം. പ്രതിഷേധിക്കുന്നവർ, മുടക്കുന്നവർ. യൂയം കേ, നിങ്ങൾ ആരാകുന്നു? യൂയം കേ നിങ്ങൾ ആരാകുന്നു? ആരാണ്? പ്രതിഷേധാരോ, ആ പ്രതിഷേധിക്കുന്നത്, മുടക്കുന്ന, അതായത് ധർമ്മരാജൻ്റെ ശാസനം ആജ്ഞയെ പ്രതിഷേധാര നിങ്ങൾ ആരാകുന്നു എന്ന് താൻ അവരോട് ചോദിച്ചു. വിഷ്ണുദൂതന്മാർ ഇങ്ങനെ ചെയ്തപ്പം, നിരോധിച്ചപ്പോൾ ആ യമഭടന്മാർ ചോദിച്ചു, ധർമ്മങ്ങളുടെ നിർണ്ണയിക്കുന്നതായ ഞങ്ങളുടെ സ്വാമിയായ യമൻ്റെ തീരുമാനത്തെ, യമൻ കൽപ്പിച്ചിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നതേ. അപ്പം യമൻ്റെ കൽപ്പനയെ നടത്തുവാൻ വന്ന ഞങ്ങളെ മുടക്കുന്നവരായി നിങ്ങൾ ആരാണ് എന്ന് വിഷ്ണുദൂതന്മാരോട് യമദൂതന്മാർ ചോദിച്ചു. ഇനി അവരുടെ തമ്മിലുള്ളൊരു സംഭാഷണമാണ് ബാക്കി കുറേ കാര്യങ്ങൾ. കസ്യവാകുതായാത കസ്മാദാസ്യ നിഷേധത, രണ്ട് ധായുണ്ട് കേട്ടോ, നിഷേധ. കസ്യവാകുതായാത കസ്മാദസ്യ നിഷേധത കിം ദേവ ഉപദേവ വ യൂയം കിം സിദ്ധസത്തമാ. നിങ്ങൾ കസ്യവ ആരുടെ ആൾക്കാരാണ്? കുത ആയാത എന്തിനാണ് ഇവിടെ വന്നത്? എവിടെ നിന്നാണ് വന്നത്? കുത എവിടെ നിന്നാണ് വന്നത്? കസ്മാത് എന്ത് കാരണം കൊണ്ടാണ്? അസ്യ ഇവനെ കൊണ്ടുപോകുന്നത്. നിഷേധത നിങ്ങൾ മുടക്കുന്നു. ദേവാക്കിം ആ ദേവന്മാരാകുന്നു നിങ്ങൾ. അഥവാ ഉപദേവന്മാരാണോ? സിദ്ധന്മാരാണോ? ശ്രേഷ്ഠന്മാരോ? നിങ്ങൾ ആരാണ്? കിം എന്ന ചോദ്യത്തിന് എന്ത് എന്നുള്ള അർത്ഥം, ആര് എന്നൊക്കെ ചോദിക്കുന്നതാണ്. വൈ, വാട്ട്, ഹൂ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഹിന്ദിയിലെ. സംസ്കൃതത്തിൽ കിം എന്നുള്ളത് അത് ആ സമയത്തിൻ്റെ അതനുസരിച്ച് നമ്മൾ അർത്ഥം എടുത്തോണം. നിങ്ങൾ ആരുടെ ഭൃത്യന്മാരാണ്? എവിടെ നിന്നാണ് വന്നവർ? ഞങ്ങളിവനെ കൊണ്ടുപോകാനായിട്ട് വന്ന് ഞങ്ങളെ നിരോധിക്കുന്നത് എന്താണ്? അതുപോലെ നിങ്ങൾ ദേവന്മാരാണോ, ഉപദേവന്മാരാണോ, അതോ സിദ്ധന്മാരിൽ ആണോ, വലിയ ഉത്കൃഷ്ടന്മാരാണോ എന്നൊക്കെ ചോദിക്കാം. ഇനി 3-4 ചോദ്യം കൂടിയുണ്ട്. സർവേ പത്മഫലാശാക്ഷ പീതകൗശേയ വാസസ കിരീടിന കുണ്ടലിനോ ലസത് പുഷ്കരമാലിനഃ സർവേ നൂന്ന വയസ സർവേ ചാരു ചതുർഭുജ ധനുർ നിഷങ്കാസി ഗദാ ശംഖചക്രാംബുജശ്രിയ. ധനുർ നിഷങ്കാസി ഗദാ ശംഖചക്രാംബുജശ്രിയ. ഒന്നിച്ച വായിക്കേണ്ട, എന്നാലും ഗദാ കഴിഞ്ഞ് ഒന്ന് നിങ്ങൾക്ക് ശ്വാസം എടുക്കാം കേട്ടോ. ദിശോ വിതിമിരാലോക കുർവന്ത സ്വേന രോജിഷ കിമർത്ഥം ധർമ്മപാലസ്യ കിങ്കരാണ്ണോ നിഷേധ. സർവേ പത്മഫലാസാക്ഷ പീതകൗശേയ വാസസ കിരീടിന കുണ്ടലിനോ ലസത് പുഷ്കരമാലിന. അവരുടെ രൂപമാണ് വർണ്ണിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള താമരതലം പോലെയുള്ള കണ്ണുകളുണ്ട്, മഞ്ഞപ്പട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കിരീടമുണ്ട്, കുണ്ടലങ്ങളുണ്ട്, വളരെ സുന്ദരമായിട്ട് താമരമാലയുണ്ട്,
നല്ല നൂന്ന വയസ്സാണ് എന്ന് വെച്ചാൽ യൗവനയുക്തരാണ്, നല്ല ചെറുപ്പക്കാരാണ്. ചാരു ചതുർഭുജ മനോഹരങ്ങളായ 4 കൈകളുണ്ട്. ധനുർ നിഷങ്ക ആസി ഗദ ശക്ര ചക്ര അംബുജശ്രീയ, ഇതില്ല വില്ലുണ്ട്, തുണീരമുണ്ട്, വാള് ഗദ ശംഖം ചക്രം താമര എന്നീ എല്ലാം ഇതോടത്തോടും കൂടി സ്വേന രോജിഷ സ്വന്തം പ്രഭയാൽ ദിക്കുകളെ വിധി മിരാലോക ഈ കുറുവന്ത തിമിരം ബാധിച്ച മറ്റു പദാർത്ഥങ്ങൾ കാഴ്ചയില്ലാത്തവരുടെ കാര്യം പോലെ UMK നിങ്ങൾ ആരാണ് ധർമ്മപാലസ്യ, അത് മനസ്സിലാകുന്നില്ല. ഈ അന്ധകാരം ഇല്ലാതെയും മറ്റു പദാർത്ഥങ്ങളുടെ കാഴ്ചയില്ലാതെയും ആക്കുന്നവരുമായ, കാരണം മറ്റുള്ള ആ തേജസ് കൊണ്ട് മറ്റു പദാർത്ഥങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. സൂര്യനെ നോക്കിച്ച് നമ്മൾ നേരെ നോക്കിക്കേ, സൂര്യനിലോട്ട് നമ്മുടെ കണ്ണൊന്ന് പതിപ്പിച്ചിട്ട് വേറെ താഴോട്ട് നോക്കി നമുക്ക് അന്ധകാരം ഇരുണ്ടിരിക്കും. നമ്മൾ വെയിലത്ത് കയറി മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് അകത്തോട്ട് കയറി വരുമ്പോൾ നമ്മൾ പറയില്ല, അയ്യോ വെയിൽ കൊണ്ടിട്ട് കണ്ണ് കാണാൻ മേലെന്ന്. അതാ ആ തേജസ് കൊണ്ട് നമ്മുടെ അന്ധരായിപ്പോയതുകൊണ്ട്, തിമിരം ബാധിച്ചവരായിപ്പോയതുപോലെ ഇത്രയും തേജസ്സുള്ള നിങ്ങൾ ആരാണ്? ഞങ്ങളെ നിഷേധിക്കുന്നത് എന്താണ്? കിമർത്ഥം നിഷേധത, എന്തിനാണ് ഞങ്ങളെ നിരോധിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീശുക ഉവാച ഇത്യുക്ത യമദൂതസ്തൈർ, അവിടെ നിർത്തണമേ, യമദൂതസ്തൈർ വാസുദേവോക്തകാരിണഃ താൻ പ്രത്യുജു പ്രഹസ്യേദം മേഘനിർഹ്രാദയാ ഗിരാ ഇത്യുക്ത യമദൂതൈസ്തൈർ വാസുദേവോക്തകാരിണഃ താൻ പ്രത്യുജു പ്രഹസ്യേദം മേഘനിർഹ്രാദയാ ഗിരാ. ആ മുകളിലത്തെ 3 ഒന്നിച്ച് ഞാൻ വായിച്ചതിനകത്തൊന്നും തിരുത്താനില്ല കേട്ടോ. ധനുർ നിഷങ്കാസി ഗദ കഴിഞ്ഞിട്ടൊന്നും നിർത്തിയാൽ മതി, ബാക്കിയെല്ലാം എളുപ്പമുള്ളതാണ്. യമദൂതന്മാരാൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ വാസുദേവൻ്റെ ഭഗവാന്റെ ഹരിയുടെ ഹരിഭൃത്യന്മാരായിട്ടുള്ളവർ ഇങ്ങനെ പ്രഹസിച്ചിട്ട് മേഘം പോലെ ഗംഭീര ശബ്ദത്തിൽ വാക്കിനാൽ അവരോട് ഇതിനെ പ്രത്യുജു എന്ന് പറഞ്ഞാൽ ഊജു പറഞ്ഞു, പ്രത്യുജു എന്ന് പറഞ്ഞാൽ മറുപടിയായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ചോദിച്ചപ്പോൾ, നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഈ പാർഷദന്മാർ ഇപ്രകാരം പറഞ്ഞു. യൂയം വൈ ധർമ്മരാജസ്യ യതി നിർദ്ദേശകാരിണഃ ബ്രൂത ധർമ്മസ്യ നാസ്തത്വം യച്ഛ ധർമ്മസ്യ ലക്ഷണം. അപ്പോൾ പറഞ്ഞു, വിഷ്ണുദൂതന്മാർ പറഞ്ഞു, നിശ്ചയമായിട്ടും ധർമ്മരാജൻ്റെ ആജ്ഞ നടത്തുന്ന ഭൃത്യന്മാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ധർമ്മത്തിൻ്റെ ആ സ്വരൂപത്തെ ലക്ഷണവും എന്താണെന്ന് ഞങ്ങളോട് പറയാം. ധർമ്മം എന്താണ് എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുക. എന്താണ് ധർമ്മം എന്നുള്ള കാര്യം ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ധർമ്മരാജൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മരാജന് കണ്ണും എല്ലാം മൂടിക്കെട്ട് കണ്ണുകളെ കാണുന്നത്. ധർമ്മം നടത്തുന്ന ആളാണ്, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കും. അതാണ് യമൻ്റെ നിയമം, യമനിയമമാണ് അത്. അപ്പോൾ ധർമ്മരാജൻ്റെ ആജ്ഞ നടത്തുന്ന നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരാണെന്നല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് ധർമ്മത്തിൻ്റെ സ്വരൂപവും ലക്ഷണവും എന്താണെന്നൊന്ന് പറഞ്ഞേ, ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു ഇവർ. അപ്പോൾ വിഷ്ണുദൂതന്മാർ പറഞ്ഞു, കഥം സ്വിത് ധ്രിയതേ ദണ്ഡ കിം വാസ്യ സ്ഥാനമീപ്സിതം ദണ്ഡ്യാ കിം കാരിണ സർവേ ആഹോ സ്വിത് കതിചിത് നൃണാം ദണ്ഡം കഥം സ്വിത് എങ്ങനെ ധ്രിയതേ ദണ്ഡ ധരിക്കപ്പെടുന്നു, ദണ്ഡം കഥം സ്വിത് ദണ്ഡം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഏത് വിധമാണ് നിങ്ങൾ ദണ്ഡം നടത്തുന്നത്? ദണ്ഡമാണല്ലോ ചെയ്യുന്നത്, കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നത്. ദണ്ഡം നടത്തുന്നത് നിങ്ങൾ ദണ്ഡിപ്പിക്കാൻ യോഗ്യമായ സ്ഥാനം ഏതാണ്? പ്രവർത്തിക്കുന്നവരെയെല്ലാം ദണ്ഡിക്കണമെന്നാണോ, അതോ മനുഷ്യരിൽ ചിലർ ദണ്ഡത്തിന് അർഹരാണെന്നാണോ നിങ്ങളുടെ നിശ്ചയം എന്ന് വിഷ്ണുദൂതന്മാർ ചോദിച്ചു. അപ്പോൾ യമദൂതന്മാർ പറഞ്ഞു, യമദൂത ഊജുഹു വേദപ്രണിഹിതോ ധർമ്മോ ഹി അധർമ്മസ്തദ് വിപര്യേയഃ വേദോ നാരായണ സാക്ഷാത് സ്വയംഭൂർ ഇതി ശുശ്രുമ. വേദപ്രണിഹിതോ ധർമ്മോ ഹി അധർമ്മസ്തദ് വിപര്യേയഃ വേദോ നാരായണ സാക്ഷാത് സ്വയംഭൂർ ഇതി ശുശ്രുമ. സ്വയംഭൂരിതി ശുശ്രുമ, സ്വയംഭൂ ആയിട്ടുള്ള താനേ ഉണ്ടായവനായിട്ടുള്ള ഞങ്ങൾ എന്നാണ്, നാരായണൻ താനേ ഉണ്ടായിട്ടുള്ളവനാണെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്നാണ്. എങ്ങനത്തെ ആളാണ്? വേദ പ്രണിഹിതോ ധർമ്മോ, വേദത്താൽ വിധിക്കപ്പെട്ട ധർമ്മം. വേദത്തിൽ, അതായത് ഈ 4 വേദങ്ങളുണ്ടല്ലോ, അതിൽ
അതാണ് ആദ്യമുണ്ടായ നമ്മളുടെ ഗ്രന്ഥങ്ങൾ. ആ വേദത്തിലാണ് പറഞ്ഞിരിക്കുന്ന പോലെ ആ വിധിക്കപ്പെട്ട ധർമ്മം വേദം നിഷേധിച്ചത് അത് അധർമ്മം. വേദം സാക്ഷാത് നാരായണനാണ്, സ്വയംഭുവാണ്, തന്നെ ഉണ്ടായതാണ് എന്ന് ഞങ്ങൾ ശുശ്രൂമ, ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് യമദൂതന്മാർ പറഞ്ഞു. നാരായണനാണെന്ന്. അതാണ് ധർമ്മമൊന്നും. ആ ധർമ്മം വേദത്താൽ വിധിക്കപ്പെട്ടതാണ് ധർമ്മമെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് അവർ പറഞ്ഞത്. വേദം വിധിച്ചിരിക്കുന്നത് ധർമ്മം, നിഷേധിച്ചിരിക്കുന്നത് അധർമ്മം. വേദത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ധർമ്മം, നിഷേധിച്ചിരിക്കുന്നതെല്ലാം അധർമ്മം. അതാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? സ്വയം ഉണ്ടായതായ സാക്ഷാൽ ഹരിയുടേതാണ്, ആ ശ്രീനാരായണൻ്റേതാണ്. അദ്ദേഹം ആ നാരായണൻ, ഭഗവാനായ നാരായണൻ്റെ എല്ലാ ലോകത്തിൻ്റെയും അധിപനായിരിക്കുന്ന ആ നാരായണൻ്റെ നിശ്വാസങ്ങളാണ് വേദങ്ങൾ. വേദങ്ങളെന്ന് പറയുന്നത് നാരായണൻ്റെ നിശ്വാസങ്ങളാണ് എന്ന് ഞങ്ങളുടെ ഗുരുവായ യമനിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ധർമ്മത്തിനെക്കുറിച്ച് ഈ യമദൂതന്മാർ പറയുന്ന ഇങ്ങനെയാണ്. യമദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു. യമദൂത ഊചുഹു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹരി ഓം.